എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് നമ്മുടെ ചിക്കനൊക്കെ നല്ല ഫ്രൈ ആക്കി പൊരിച്ചൊക്കെ കൊടുക്കുന്ന സമയത്തില്ലേ. അപ്പോൾ നമ്മളതുപോലെ ഒത്തിരി ഓയിലും എണ്ണയൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എന്തായാലും ഇത് മാത്രം ഉണ്ടെങ്കിലും മതി കേട്ടോ, നമുക്ക് കുറേ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. അത് മാത്രം മതി നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് അതേപോലെ തന്നെ ജിഞ്ചറും ഗാർലിക്കും, അപ്പം നമ്മൾ എടുക്കുന്ന ആ ഒരു ചിക്കൻ അനുസരിച്ച് നമ്മൾ ആ ഒരു ചിക്കനും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ എടുക്കണം. അപ്പോൾ അത് രണ്ടും കൂടെ ചതച്ച് ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഒരു പച്ചമുളക് കേട്ടോ. അപ്പം എരിവിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് നമ്മൾ ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്നത് വരെ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തന്നെ നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി അതിൻ്റെ ആ ഒരു കളർ മാറുന്നത് വരെയാണ് നമ്മൾ ഇതൊന്ന് നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ സവോളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവോള നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഞാനൊരു 2 വലുതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ നീളത്തിലാണല്ലോ നമ്മൾ അരിയുക. പക്ഷേ അതുപോലെ അല്ല കേട്ടോ, നമ്മളിത് നല്ലപോലെ ഒന്ന് ചെറുതാക്കി തന്നെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വാടി കിട്ടുമെന്ന് പറയുന്നത് കേൾക്കാമല്ലോ. അപ്പോൾ നമുക്കിതുപോലെ അതുകൊണ്ട് തന്നെ നമ്മളിതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഈ ഒരു റെസിപ്പി ചെയ്യുന്ന സമയത്ത് അടി കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ ഈ അലുമിനിയത്തിലൊന്നും ചെയ്യരുത്. നമ്മളിതുപോലെ ഒന്നെങ്കിലും നോൺ സ്റ്റിക്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ വേണം കേട്ടോ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് കുറച്ച് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഒന്ന് റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് എല്ലാം കൂടി വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടെ കൂടിയിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയാണ് കേട്ടോ. അത് രണ്ടും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് എല്ലാം കൂടെ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ കാശ്മീരിക്ക് നല്ല കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം. നമുക്ക് കുറച്ചൊരു എരിവ് വേണമെങ്കിൽ നമുക്ക് 2 മുളക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഒന്ന് നല്ലത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ടൊമാറ്റോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു ടൊമാറ്റോ ആണ് കേട്ടോ, നമുക്ക് വലുതൊന്നും വേണ്ട, ചെറുത് തന്നെ മതി. ഇനി ആ ടൊമാറ്റോയും ഒന്ന് വെന്ത് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് അടച്ച് വെക്കണമെങ്കിൽ അടച്ച് വെച്ച് വയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയാലും മതിയേ. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഒരു ടൊമാറ്റോ ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മളിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 500 ഗ്രാമാണ് ഉള്ളത്. അത് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കൂടിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മസാല നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എല്ലാത്തിനും കൂടെ ഇളക്കി കൊടുക്കാം. അതിന് മുൻപ് തന്നെ കുറച്ച് ലെമൺ ജ്യൂസാണ് കേട്ടോ, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി. ആ ഒരു ലെമൺ ജ്യൂസും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടൊമാറ്റോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് പക്ഷേ നമുക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ ഒരെണ്ണം മാത്രമാണ് ഇട്ടിട്ടുള്ളത്. വലുതൊക്കെ ആണെങ്കിൽ ഒരു പകുതി ഇട്ടാൽ മതി. അതല്ലെന്നെങ്കിൽ എന്തായാലും ഈ ഒരു ലെമൺ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു മധുരം ഫീൽ ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ഇതിനകത്ത് ലാസ്റ്റ് ഒരു കെച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ലെമൺ ജ്യൂസും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ നല്ല പോലെ ഇതുപോലെ ഒന്ന് ആ അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് വേകാൻ വേണ്ടിയിട്ട് മാത്രം മതി. അപ്പോൾ ഇതൊരു ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ, ഏകദേശം ഒരു 1/2
കപ്പ് പോലും വെള്ളമില്ല, അതിനേക്കാളും കുറച്ചും കൂടെ വെള്ളമുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചു പോകും. അപ്പോൾ നമുക്കിതാ ഇപ്പോൾ നമുക്കിതിനകത്ത് ഒത്തിരി വെള്ളം ഉള്ളത് പോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് അറിയാലോ ചിക്കൻ എന്തായാലും വേകുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് എന്തായാലും വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചിക്കൻ വേവുകയും ചെയ്യും. നമ്മൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇത് നല്ല പോലെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി, അത് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മതി. അതും നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് കുറച്ച് നേരം കൂടെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ വേവാനുണ്ടെങ്കിൽ ആ ഒരു വേകാനുള്ള ടൈമും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ അളവിനനുസരിച്ചാണ് കേട്ടോ. ആ ഒരു മല്ലിച്ചപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഒരു കുറഞ്ഞ അളവിലൊരു ഗ്രേവി ഉണ്ട്, അത് നമുക്ക് എന്തായാലും വേണം കേട്ടോ. എന്നാലാണ് നമുക്ക് ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ലാസ്റ്റായിട്ട് ഒരൊറ്റ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ വേറൊന്നല്ല കേട്ടോ, നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ്. അത് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം മാത്രം മതി. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ കെച്ചപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ കുബൂസും ഷവായൊക്കെ വാങ്ങുമല്ലോ നമ്മൾ എന്തായാലും. ആ സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടല്ലോ ഒരു ചെറിയൊരെണ്ണം. അപ്പോൾ അതൊരെണ്ണം നമുക്ക് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതൊന്ന് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.